ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് നമുക്ക് ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവാണല്ലോ ഇപ്പോഴത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്ക് മുല്ലപ്പൂ വെച്ചിട്ടൊരു മാല ഉണ്ടാക്കാം. പക്ഷെ മുല്ലപ്പൂ ഇല്ലാതെ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകും. നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ്, നമുക്ക് കത്രിക വേണം, ടിഷ്യൂ പേപ്പർ വേണം, സൂചി നൂലും വേണം, ഐഷാഡോ പാലറ്റ് വേണം. പച്ച കളർ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ ഇപ്പോൾ പച്ച കളർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ള കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മാക്സിമം പറ്റുന്ന അത്ര മടക്കുക. ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കുക. ശേഷം പിന്നെ രണ്ട് സൈഡ് ഒരു യു ഷേപ്പ് കട്ട് ചെയ്യും. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഇനി ഇതിന് നമുക്ക് പതുക്കെ ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെയുള്ള കുറേ പീസുകൾ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു നടുക്കും ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഇതിൻ്റെ നടുക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പച്ച കളറാണ് കുറച്ചുകൂടെ ഭംഗി. നിങ്ങളുടെ കയ്യിൽ പച്ച ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇതേപോലെ വേണം സംഭവം. ഞാനിപ്പോൾ ഇത്രയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് ഒന്ന് കോർത്തെടുക്കാം. ഇത് പോരാ, ഇനിയും വേണം. ഞാനിപ്പോൾ തൽക്കാലം ഇത്രയും ചെയ്ത് കാണിക്കാം. അതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ബാക്കി ചെയ്യുന്നതാണ്. അതേപോലെ സൂചി എടുക്കുക, ഇതെടുക്കുക, കോർക്കുക. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ എല്ലാം കോർത്ത് കഴിയുമ്പോൾ നമ്മളെ മാല റെഡിയാവും. അപ്പോൾ ഗൈസ്, നമ്മുടെ മാലയുടെ ഇത്ര ഉണ്ടാക്കിയതുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി റഫായിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തിക്ക് കുറച്ചും കൂടെ പൂവൊക്കെ വെച്ച് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നല്ല രസമായിട്ടിരുന്നോളും. എനിക്ക് വെച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് പൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു ഓണം ക്രാഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.